ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖല്ലേ? കൊറേ നാളിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. കൊറേ നാളെന്ന് പറഞ്ഞാൽ നല്ല നാളെ 6 മാസത്തോളം നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇതുവരെ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല അല്ലെ. എന്താ പറ്റിയെന്ന് വിചാരിച്ചാല് നമുക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മമാക്ക് സുഖമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം 1 മാസത്തോടെ സുഖമില്ലാണ്ടായി, കാലൊക്കെ കുറച്ച് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കായതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ 1 മാസം കഴിഞ്ഞ ഉമ്മ മരണപ്പെട്ടു. അതിന്റെ വിഷമം, പിന്നെ 40 കഴിയുന്നവരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ 2-3 മാസം അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഏകദേശം 3 മാസം വരെ നമുക്ക് മടിയാടെ പിടിച്ച്. പിന്നെ എന്താ അതിനുശേഷം പിന്നെ ഇവളുടെ ഉപ്പ വന്ന സമയത്ത് നമ്മള് വീണ്ടും വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മള് വീഡിയോ അന്ന് എടുക്കുകയും ചെയ്തിന് നമ്മള്. പക്ഷെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല. എതിർക്കാന്റെ ജോബായിട്ട് ബിസിയായി, ഞാനും രണ്ടാളും ബിസിയായി പോയി. പിന്നെ മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് എന്തായാലും അതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും, ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉള്ളൊരു ത്വര വരണം. അങ്ങനെ വന്നാൽ ഇവളുടെ ഉപ്പ വന്ന സമയത്ത് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തോണ്ട് പിന്നെ അങ്ങനെ പോയി അല്ലേ. അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടാ. പറ, എന്താ സ്പെഷ്യൽ? ഇന്ന് ഇവളുടെ മിലുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. മുഫീദിന്റെ മോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പൊ എന്താ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് തന്നെ നമ്മള് ഫസ്റ്റ് എന്തായാലും കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നമ്മൾ ഇനോഗ്രേറ്റ് ഫസ്റ്റ് നമ്മൾ ഇത്ര ഗ്രാൻഡ് ആക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മർസി ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വർക്കിന് നമ്മൾ പോകാൻ വേണ്ടി പോയത്. അതാണ് ഈ കാറിന് നമ്മൾ അതൊരു നിക്കാഹ് വർക്കാണ് വരുന്നത്. പക്ഷെ നിക്കാഹ് വർക്ക് അത് പെട്ടെന്ന് തീർക്കാം. പക്ഷെ പ്രശ്നം എന്ന് വിചാരിച്ചാൽ 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്, കുറച്ച് ലോങ് ആണ്. അപ്പൊ എന്തായാലും അത് ക്യാൻസൽ ആക്കാൻ കഴിയില്ല. അതിനുശേഷമാണ് നമ്മൾ ഇത്രയും ഗ്രാൻഡ് വർക്ക് ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളത്. അതായത് പ്ലാൻ ചെയ്ത് ബർത്ത്ഡേന്റെ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തതാണ് സംഭവം. അതന്നെ, നമ്മള് ട്രസ്റ്റ് ചെയ്തിട്ടില്ല അവര് നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ആ വർക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ഫിനിഷ് ആക്കിയിട്ട് വരണം. ഏകദേശം ഒരു 12 മണിയാകുമ്പോ നമുക്ക് തിരിച്ചു വരണം. 12 അല്ല, ഒരു 11:30 ആകുമ്പോഴേക്കെങ്കിലും വരണം. കാരണം 12 മണിയാകുമ്പോ എല്ലാരും ഇവിടെ എത്തും അല്ലെ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് മാക്സിമം എത്താൻ പറ്റണം. പിന്നെ നമ്മള് വീടിടാത്ത സമയത്ത് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കല് കയറാം, പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കല് കയറാം. പിന്നെ പുറത്തുനിന്ന് മർസിയില് വർക്കിന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ചോദിക്കും, ഇങ്ങനെ എന്താണ് വീടിടാത്ത, ഞങ്ങൾക്ക് വീട് ഇട്ടൂടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇട്ടൂടെ അതുപോലെ എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് നമ്മള് കാസർഗോഡ് ആയ സമയത്ത് അവിടുന്ന് കുറച്ച് പേര് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സമയമൊന്നും ഇല്ല, അത് കുഴപ്പമില്ല, എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കാണാറില്ല ഇതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കാം, ടൈം ഉണ്ടെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. എന്നിട്ടും ടൈമൊന്നും കിട്ടിയിട്ടില്ല അവർക്ക്. ഇന്ന് എന്തായാലും എടുത്തേ പറ്റൂ. കാരണം നമുക്ക് നമ്മളെ യൂട്യൂബിൽ കിടക്കുമ്പോ അതെപ്പോ കാണാനൊരു മെമ്മറിയും കൂടിയാണ്. കാരണം ഇവളുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ് എടുക്കണം, അവർക്കും കാണണം, മുഫീദിനും അവർക്കും കാണണം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഇടയിൽ മുഫീദും വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പുള്ള സമയത്ത് തന്നെ മുഫീദും വന്നിട്ടുണ്ടായിരുന്നു. ഒരു മാസം ഉണ്ടായിട്ടില്ലല്ലോ, ഒരു 2 ആഴ്ച. അപ്പൊ നമുക്ക് ഇത് ഇന്റർവ്യൂ സമയം പോകും. മർസിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഉമ്മ നേരത്തെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ഡെക്കറേഷൻ ചെയ്യുന്നവര് വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു, വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കിക്കോ. സമയം 10:40 ആയിട്ടാ. നമ്മള് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാ. 12 മണി അവിടെ എത്താൻ വേണ്ടിട്ട്. ഒന്ന് വിളിച്ചു നോക്കിക്കോ. മർസീനെ ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായി കേട്ടാ. കേക്ക് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. സാധനമായിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോയി. അവിടെ എല്ലാവരും വരുന്നതേ ഉള്ളൂ, കോഴിക്കോട് നിന്ന് ആൾക്കാർ എത്തുന്നേ ഉള്ളൂ കേട്ടാ. ഡയറക്റ്റ് മർസീനെയും കൂട്ടിയിട്ട് കേക്ക് വാങ്ങാൻ പോയാൽ നല്ല ലേറ്റ് ആവും. കാരണം 12 മണിക്കല്ലേ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മർസിക്ക് കുളിക്കണം, മാറ്റാൻ നെസൂനൊക്കെ മാറ്റണ്ടേ. അപ്പൊ അതുകൊണ്ട് അവളെ ആക്കിയിട്ട് ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. എല്ലാരും വന്നേട്ടാ. അപ്പൊ ഇതാ റുദന്റെ ഡ്രസ് ഇതാണ്. ഇത് ഇളയമാന്റെ. അതെ, റുദന്റെ വീട്ടിൽ നിന്ന് വന്നെന്ന് കേട്ടോ പറയുന്നത്. ആ ഒരു മർസി വിളിയാത് കേട്ടത്. നദീർക്ക് കേക്ക് വാങ്ങാൻ പോയിട്ടല്ലത്. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഗാനം പൂമുത്തേ അത് കേട്ട് കൈകൊട്ടി നീരസിക്കൂ. പാടിയിടാം ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഗാനം പൂമുത്തേ അത് കേട്ട് കൈകൊട്ടി നീരസിക്കൂ. യസ്ലിൻ മോളെ പിറന്നാൾ വന്നു, മിന്നും വർണ്ണ കുപ്പായമിട്ടൊരുങ്ങി നിന്നു. യസ്ലിൻ പിറന്നാൾ വന്നു, മിന്നും വർണ്ണ
വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊറേ നാളല്ലേ വീടാത്തെ, നിങ്ങളെ പരാതിയിലും മറട്ട് വീടാന്ന് വിചാരിച്ചു. മിക്സ് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യുന്നില്ല. അത് നേരത്തെ നമ്മൾ പൊളിക്കുന്ന സമയത്ത് ഇവിടെ തരിക. കഴിച്ചോ? സഫിയ നെഞ്ചോട് പുൽകി ഉന്മാദ കനിക്കേറെ പൂമുത്തം നൽകി. ഉമ്മാന്റെ അനിയത്തി സിത്താര വന്ന് ഒന്നാം പിറന്നാളിതിൽ ഗിഫ്റ്റ് നൽകുന്നു. മിൽസ എസ്ലിൻ പുന്നാര മോള് സമ്മാനപ്പൊതി കണ്ട് ചിരി തൂകുന്നു. പാടിയിടാം ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഗാനം പൂമുത്തേ, അത് കേട്ട് കൈകൊട്ടി നീരസിക്കൂ. ബന്ധുജനങ്ങൾ സഭയിൽ വന്നിന്ന് അനുഗ്രഹം നേരുന്ന നാളാണല്ലോ. വയസ്സൊന്ന് തികയുന്ന സുദിനം വന്ന് വലിയമ്മോൻ അൻവരും. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു മിൽസ യസ്ലിൻ പൂമോളെ. പിറന്നാൾ കോടി അണിഞ്ഞൊന്നു വന്ന് കേക്ക് മുറിക്കൂ തേനാളെ, നീ കേക്ക് മുറിക്കൂ തേനാളെ. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു മിൽസ യസ്ലിൻ പൂമോളെ. പിറന്നാൾ കോടി അണിഞ്ഞൊന്നു വന്ന് കേക്ക് മുറിക്കൂ തേനാളെ, നീ കേക്ക് മുറിക്കൂ തേനാളെ. മുഫീദ് ഉപ്പാന്റെ സത്താണ്, ഉമ്മറുദൈന മോഹിച്ച മുത്താണ്. മിൽസ യസ്ലിൻ പൂമോൾക്ക് ഇന്ന് ഒന്നാം ജന്മദിനമാണ്, കയ്യിൽ സമ്മാനം കിട്ടണ നാളാണ്. മുഫീദ് ഉപ്പാന്റെ സത്താണ്, ഉമ്മറുദൈന മോഹിച്ച മുത്താണ്. മിൽസ യസ്ലിൻ പൂമോൾക്ക് ഇന്ന് ഒന്നാം ജന്മദിനമാണ്, കയ്യിൽ സമ്മാനം കിട്ടണ നാളാണ്. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു മിൽസ യസ്ലിൻ പൂമോളെ. പിറന്നാൾ കോടി അണിഞ്ഞൊന്ന് വന്ന് കേക്ക് മുറിക്കൂ തേനാളെ, നീ കേക്ക് മുറിക്കൂ തേനാളെ. ഫുഡ് കഴിച്ചോ എല്ലാരും? ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണത്ര. ബാക്കി കഴിച്ചിട്ടില്ല, നല്ല ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. രാവിലെ ഒന്നും തിന്നിട്ടില്ലല്ലോ. രാവിലെ കഴിക്കാണ്ടല്ലോ നമ്മള് പോയല്ലേ. വന്നിട്ട് കഴിക്കാൻ ടൈമും കിട്ടിയിട്ടില്ല. നമ്മളെ മിലൂസ് പോക്കായില്ലേ? മിലൂസ് പോക്കായി. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ തരി. ബൈ ബൈ ബൈ. പോകുന്നില്ല അത് നമുക്ക് തൊടാനി. ഈ ഫോട്ടോ നോക്കാൻ നെസുവിന്റെ ഇത്. ബൈ ബൈ പറഞ്ഞേ. ഹസ്ബൻഡിനോട് ബൈ ബൈ പറഞ്ഞേ. പോക്കായ മോളെ, ടാറ്റാ.
ടാറ്റാ ടാറ്റാ. ഓളെ ഉറക്കിണ്ടിയില്ലേ ഓക്ക് ഇതെല്ലാം നമ്മളെ റൂമിൽ കയറിക്ക് നോക്കി ഈ ഫ്രെയിം ആ ഫ്രെയിം ഇതെല്ലാം നോക്കുന്ന പരിപാടി. ഗിഫ്റ്റ് എല്ലാം പൊളിച്ചാ? കാറിലെ ഡിഗ്രി ഇടാൻ സ്ഥലമില്ലല്ലോ അപ്പൊ എല്ലാം എടുത്തിട്ട് പോയി കാറിലിട്ട്. അപ്പൊ നമുക്ക് എന്താ നമ്മളെ ബർത്ത്ഡേ പരിപാടിയെല്ലാം അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലെ? അങ്ങനെ കുട്ടിക്ക് ഒരു വയസ്സായി. കുട്ടി കുട്ടി ഒരു വയസ്സായി. ബ്രേസ്ലെറ്റിന്റെ സ്റ്റൈലൊക്കെ മിലു പോകുന്നു. നെസൂനെ കൊറേ ആളെ കിട്ടിയോണ്ടില്ലേ ഉണ്ടാവും ഈ പരിസരത്തും. ഇന്ന് ഇന്ന് കിട്ടിയിട്ടില്ല, അടുത്തേക്ക് വരുന്നേയില്ല. കളിക്കാൻ ആളെ കിട്ടിയോണ്ട് ബീച്ചിലേക്ക് പോകുന്ന നമ്മള് മിലുസ് പോക്കായി പോലെ പോന്നാ നമ്മള് പോന്നാ. അവിടെ നിക്കുവാ, കോഴിക്കോട് നിക്കുവാ നമ്മള്. അന്ന് വന്നപ്പോഴും ഞാൻ പറ്റിച്ചതാണ് ബീച്ചിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട്. പോവാ അവിടെ നിക്കുന്നിട്ടേ കോഴിക്കോട്. നമ്മളെ വീട്ടിലേക്ക് വരാം. ഇല്ല ഓള് കഴിഞ്ഞ പ്രാവശ്യം വരാം. മീനുന്റെ കൂടെ നമുക്ക് അവിടെ നിൽക്കാം കുറച്ച് ദിവസം. വരാം. പോട്. ആ പോട്. ബാപ്പ വേറെ ബേബീനെ വാങ്ങാൻ ട്ടാ. ആ പോട്. നിങ്ങളെ അമ്മായിക്കാക്കാന്നല്ലോ പറയും. അമ്മായിക്കാക്കാന്നിട്ട് പറഞ്ഞിട്ട് മസീപ്പിന്റെ ബോക്സ് ശരിയാവുന്നില്ല കഴിച്ച്. ബോക്സ് വെച്ചിട്ട് വിളിക്ക, ആളെ വിളിക്കേ ശരിയാക്കണ്ട. പാട്ട് വെക്കണ്ട നമുക്ക്. നമ്മള് പോവും. ശരി. ശരി ബൈ ബൈ. ഇവിടെ ഇവിടെ നിങ്ങളെ വാച്ച നോക്കും. ഓക്കെ.